നല്ല ആവി പറക്കണ റവപ്പുട്ടും സോയാബീൻ വറുത്തരച്ച കറി. ഇതുപോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് എന്നെപ്പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് 7 മണിയായിട്ടേ ഉള്ളൂ ഇവിടെ കേട്ടോ. ഇന്നും കൂടി ഉള്ളൂ ഇവിടുത്തെ ഹോളിഡേ. ഞങ്ങൾക്ക് ഒരാഴ്ച ഹോളിഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട് കേട്ടോ. നാളെ പോകണമല്ലോ എന്നുള്ള സങ്കടം കൂടി. അതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ നാളെ 6:45 സൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് ട്രെയിനിങ്ങും കൂടിയാണ്. ഇന്ന് എനിക്ക് എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റും. ഇത്രയും ദിവസം കിടന്ന് ഉറങ്ങുമായിരുന്നു. മൂക്കുമുട്ട കിടന്ന് ഉറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു ഇരുന്നേച്ചത്. പിന്നെ നാളെ മുതൽ പോകണമല്ലോ. അത് ഓർക്കുമ്പോൾ സങ്കടം. നാട്ടിൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഹോളിഡേ കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൽ ഹോളിഡേ ആവുകയാണല്ലേ. പൂജ വെപ്പ് അങ്ങനെയൊക്കെ, ഗാന്ധി ജയന്തിയൊക്കെ. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്കിവിടെ മിഡ് ടേം ബ്രേക്കുകൾ, റംസാൻ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹോളിഡേ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ മിനിമം നമുക്ക് ഒരു വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യം നമുക്ക് 2 ആഴ്ച വെച്ച് അവധി കിട്ടും. പക്ഷെ അപ്പോഴൊന്നും നാട്ടിൽ പോകാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ പോകും കിട്ടുന്നതാണ് 2 ആഴ്ച കിട്ടുമ്പോഴത്തേക്കും ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ട് പോകാത്ത. ഇന്നലെ വരെ ഭയങ്കര മഴയാണ്. ഇപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി കേട്ടോ എഴുന്നേറ്റ. മഴ ഉണ്ടായിരുന്നെങ്കിൽ മുടി പോച്ചൊന്നുകൊണ്ട് കിടന്നേനെ. നിറയെ വവ്വാലും കാക്കയൊക്കെയാണ് കേട്ടോ ഈ ഇപ്പുറത്തെ മരത്തേൽ. ഇവിടെ ഒരു പേരാലോ അതോ ബനിയൻ ട്രീയോ അതോ പീപ്പിൾ ട്രീ ഏതാണ് ഓരോന്നും ഉണ്ട് അതിനകത്ത്. അപ്പം ഇതിങ്ങനെ ഒന്ന് ചൂടായതുകൊണ്ട് ഞാനൊന്ന് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. നല്ല ചൂട്. കുറച്ച് സോയാബീനും കൂടി ഇവിടെ എടുത്ത് ഒരു പിടിച്ചാൽ മോനെ. റവപ്പുട്ട് ഉണ്ടാക്കി നോക്കും. അടിപൊളിയാണ് റവപ്പുട്ട്. മറ്റേ പുട്ടിനേക്കാളും കുറച്ചും കൂടി നല്ല. ചിലർ ക്യാരറ്റൊക്കെ ഇടും കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ഒരു തരിതരിപ്പുണ്ടാവും.